ചിന്മയനേ ആത്മാവിലാനന്ദം നൽകണമേ. ആനന്ദ ചിന്മയനേ ആത്മാവിലാനന്ദം നൽകണമേ. ആനന്ദ
നൽകണമേ ആനന്ദ ചിന്മയനേ ആത്മാവിൽ ആനന്ദം നൽകണമേ ആനന്ദ അതിരറ്റ ഭക്തിയുള്ളിൽ അടങ്ങാതെ അതിരറ്റ ഭക്തിയുള്ളിൽ അടങ്ങാതെ നിലകൊള്ളാൻ അതിരറ്റ ഭക്തിയുള്ളിൽ അടങ്ങാതെ നിലകൊള്ളാൻ അതിരറ്റ ഭക്തിയുള്ളിൽ അടങ്ങാതെ നിലകൊള്ളാൻ അറിവാചാരം വിശുദ്ധിയാകതാരി കരുതുക അറിവാചാരം അതിരറ്റ ഭക്തിയുള്ളിൽ അടങ്ങാതെ അറിവാചാരം വിശുദ്ധി അകതാരിൽ കരുതുക ആനന്ദ ചിന്മയനേ ആത്മാവിൽ ആനന്ദം നൽകണമേ വിശുദ്ധമാം ഹൃദയത്തിൽ വിശുദ്ധന്റെ അധിവാസവും വിശുദ്ധമാം ഹൃദയത്തിൽ വിശുദ്ധന്റെ അധിവാസവും വിശുദ്ധമാം ഹൃദയത്തിൽ വിശുദ്ധന്റെ അധിവാസവും ആരാധനയാശ്വാസമായ ആനന്ദം നൽകിയിടുന്നു വിശുദ്ധമാം ഹൃദയത്തിൽ വിശുദ്ധന്റെ ആരാധനയാശ്വാസവും ആനന്ദം നൽകിയിടുന്നു ആനന്ദ ചിന്മയനേ ആത്മാവിൽ ആനന്ദം നൽകണമേ ആനന്ദ ചിന്മയനേ ആത്മാവിൽ ആനന്ദം നൽകണമേ അറിവ് ആചാരം വിശുദ്ധി ആരാധന ആശ്വാസം ആനന്ദം നാമസങ്കീർത്തനം എന്ന വ്യവസ്ഥയിലൂടെ 7 പടികളിലൂടെ ഉന്നതമാകുന്ന മഹാഭാഗ്യത്തെ സമ്പൂർണ്ണ മോക്ഷത്തെ ആത്മലോകത്തിന് ദാനം ചെയ്യുവാൻ അവതാരമായി വന്ന പരമഗുരുവിനാൽ സ്ഥാപിച്ചതാണ് എന്ത് ആത്മബോധോദയ സംഘം. ഈ ആത്മബോധോദയ സംഘാംഗങ്ങളായി ജീവിക്കുന്നവർക്ക് ഒരാഴ്ചക്കാലം ചെയ്യുന്ന ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്ന കുറവുകളൊക്കെ പരിഹരിച്ച് പുത്തൻ പുതുമയാർന്ന ഒരു ഹൃദയത്തെ വീണ്ടും രൂപീകരിച്ചുകൊണ്ട് ജ്ഞാനാഭിഷേകം ചെയ്ത് പുതുക്കി കൊണ്ടുപോകുവാൻ വേണ്ടി
ദൈവം ദാനം ചെയ്ത ഉന്നതമായ നിയമമാണ് ഞായറാഴ്ച ആരാധന. ഈ ആരാധനയ്ക്കായി ഓടിയെത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിഷേകം ചെയ്ത് ആത്മശുദ്ധി വരുത്തി ആനന്ദം ദാനം ചെയ്ത് അയക്കുവാൻ കരുണാനിധിത പ്രത്യക്ഷമായി നിലകൊള്ളുകയാണ്. ആനന്ദ ചിന്മയനേ ആത്മാവിൽ ആനന്ദം നൽകണമേ. ആനന്ദ ഇത് പ്രാർത്ഥനയായി, സങ്കല്പമായി, സമ്പൂർണമായ സമർപ്പണമായി ഈ അപേക്ഷ ഓരോരുത്തരും വെച്ചുകൊണ്ട് വേണം. ഏത് പ്രാർത്ഥന? ആനന്ദ ചിന്മയനെ ആത്മാവിൽ ആനന്ദം നൽകണമേ എന്ന പ്രാർത്ഥനയോടെ വേണം ആരാധനയിൽ പങ്കെടുക്കുവാൻ. എല്ലാ ദുഃഖങ്ങൾക്കുമുള്ള പരിഹാരമാണ് ആനന്ദം. അയ്യോ, ഞാൻ ഇന്ന് ആരാധനയ്ക്ക് പോയെങ്കിൽ മോക്ക് ഒരു പനിയുണ്ടായിരുന്നു, അത് പമ്പൂറ്റിയോട് പറയാൻ മറന്നുപോയി എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതും പരിഹരിക്കപ്പെടും ഇതിൽ കൂടി. ഈ ആനന്ദവുമായൊരു ഭവനത്തിലേക്ക് എത്തുമ്പോൾ, എല്ലാ ഭവനത്തിൽ നിന്നും എല്ലാവർക്കും വരാൻ പറ്റുകയില്ലല്ലോ. ഒരാൾ വന്ന് ഇതുമായി ചെന്ന് അവിടെ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം അവതരിപ്പിക്കണം. അവിടെ ഇരിക്കുന്നവരുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഇന്ന് ആരാധന എന്തൊക്കെയായിരുന്നു, എന്തൊക്കെ വിഷയങ്ങൾ സംസാരിച്ചു, ഏത് കീർത്തനങ്ങളൊക്കെ പാടി, ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരുമായി ചേർന്ന് ഈ ഒരു രംഗം ഭവനത്തിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവിടെയും ഈ പരിശുദ്ധി കളിയാടും. അപ്പോൾ തുള്ളിക്കളിക്കുന്ന കണ്ണനെ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ പനിയും ജലദോഷവും എന്ന് വേണ്ട എന്തെല്ലാം രോഗമുണ്ടോ അതെല്ലാം ഒഴിവായിപ്പോകും. അങ്ങനെ നമ്മൾ ഈ പകർന്നെടുക്കുന്നത് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനകരമായി വരത്തക്ക വിധം ജീവിതം ചെയ്യുവാൻ എന്താണ് വേണ്ടത്? പരമഭക്തിയാണ് വേണ്ടത്. അതാണ് കീർത്തനത്തിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഭക്തി ഉണ്ടാവണമെങ്കിലേ ഈശ്വര അനുഗ്രഹം ഉണ്ടാകുള്ളൂ. സ്വയംഭായ ഭക്തി സ്വയമേ ഉണ്ടായാൽ സ്വയം പ്രകാശമാം ഗുരുവിനെ കാണാം. ഇത് വാക്കുകൾ പ്രാസോപ്പിച്ച് പറഞ്ഞതല്ല. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ മാത്രമേ ഗുരുവിനെ കാണാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അതിരറ്റ ഭക്തി ഓരോരുത്തരിലും ഉണ്ടാകണം. അതാണ് സ്വയംഭായ ഭക്തി. താൽക്കാലികമായ എന്തെങ്കിലുമൊക്കെ കാര്യം കാണുമ്പോൾ അയ്യോ ഇത് എന്നെ ഇന്നലെ അങ്ങ് ഭഗവാൻ വാനോളം പുകഴ്ത്തി, അതുകൊണ്ട് ഇന്ന് വളരെ വിനയാന്വിതനായി നിൽക്കണം, ആ കാണിക്കുന്ന ഭക്തിയല്ല. സ്വയംഭായ ഭക്തി, അകതാരിൽ നിന്ന് ഗുരുവിനോടുള്ള അടങ്ങാത്ത പ്രേമമാണ് യഥാർത്ഥ ഭക്തി. ആ ഭക്തി ഉണ്ടാവണം. അങ്ങനെ സ്വയംഭായ ഭക്തി സ്വയമേ ഉണ്ടായാൽ സ്വയംഭായ ഭക്തി സ്വയം പ്രകാശമാം ഗുരുവിനെ കാണാം. ഓരോ ഹൃദയങ്ങളിലും ഗുരുവിൻ്റെ ആ കളിവിളയാട്ടം കാണുവാൻ തക്ക വിധത്തിൽ ഈ ആരാധന ഉതകുമാറാകട്ടെ. ഉന്നതമായ പല കർമ്മങ്ങളും ഈ ആഴ്ചയിലും നമുക്ക് നടത്തപ്പെട്ടു. 2 ബക്കനാളുകൾ ഏതൊക്കെയായിരുന്നു? കാർത്തികയും മകയിരവും നടന്നു. അതോടൊപ്പം പൂഞ്ഞാർ ശാഖാശ്രമ വാർഷികം നടന്നു. ഇങ്ങനെ വിശേഷങ്ങൾ എല്ലാ ദിവസവും നമുക്ക് വിശേഷമാണ്. എന്നാൽ ഇങ്ങനെ പ്രത്യേകമായുള്ള കുറേ കാര്യങ്ങൾ ദൈവം ഈ ആഴ്ചയിൽ നമുക്ക് തന്നു. അതിൻ്റെ എല്ലാം സമ്പൂർണമായ പുണ്യങ്ങൾ ഈ സന്നിധാനത്തിൽ അങ്ങനെ നിറഞ്ഞു നിലനിൽക്കുമ്പോഴാണ് നിങ്ങൾ ആരാധനയ്ക്കായി വന്നത്. നിങ്ങൾക്കെല്ലാം അതെല്ലാം അനുഭവമാകുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കണം. പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ പരമപവിത്രം അവിടെ അണഞ്ഞാൽ അനുദിനമെന്നിൽ ആനന്ദം തന്നെ. അവിടെ അണഞ്ഞാൽ അനുദിനമെന്നിൽ
പോക്കി എന്നെ അതിലെത്തിക്കണമേ. കുറവുകളെല്ലാം പോക്കി എന്നെ അതിലെത്തിക്കണമേ. കുറവുകളെല്ലാം പോക്കി എന്നെ അതിലെത്തിക്കണമേ. അതിമധുരം തൻ അതിമധുരം തൻ ഗുരുവിൻ പാദങ്ങൾ. അതിമധുരം തൻ അതിമധുരം എൻ ഗുരുവിൻ പാദങ്ങൾ. അതിമധുരം അതിമധുരം എൻ ഗുരുവിൻ പാദങ്ങൾ. അതിമധുരം തൻ അതിമധുരം എൻ ഗുരുവിൻ പാദങ്ങൾ. അനുദിനമണയാൻ അനുവാദത്തെ നൽകിയിടേണമേ. അനുദിനമണയാൻ അനുവാദത്തെ നൽകിയിടേണമേ. അനുദിനമണയാൻ അനുവാദത്തെ നൽകിയിടേണമേ. പ്രപഞ്ചം മുഴുവൻ നിലകൊള്ളുന്ന ഉന്നതമായ സ്ഥാനമാണ് ഗുരുവിന്റെ പാദം. പ്രപഞ്ചം മുഴുവൻ നിലകൊള്ളുന്ന ഉന്നതമായ മഹാസ്ഥാനമാണ് ഗുരുവിന്റെ തൃപ്പാദം. ആ തൃപ്പാദത്തിൽ എത്തുവാനുള്ള ആർത്തി, ആ തൃപ്പാദങ്ങളിൽ എത്തുവാനുള്ള ആർത്തി ഒരു ആത്മാവിൽ സ്വാഭാവികമായി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരാത്മാവിൽ സ്വാഭാവികമായി ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഗുരുവിനോട് ബന്ധിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. അവൻ ഗുരുവിനോട് ബന്ധിച്ചിരിക്കുന്നു. ആ ഗുരുശിഷ്യ ബന്ധത്തിൽ ഉറപ്പിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. ഗുരുശിഷ്യ ബന്ധത്തിൽ ഉറപ്പിക്കപ്പെട്ടു എന്നാണ് അർത്ഥം. പിന്നെ ഗുരുവിന്റെ മുൻപിൽ അനുദിനം എത്തുകയും, പിന്നെ ഗുരുവിന്റെ തിരുമുമ്പിൽ അനുദിനം എത്തുകയും, എപ്പോഴും ആ രൂപത്തെ തന്നെ ചിന്തിക്കുകയും, എപ്പോഴും ആ തിരുരൂപത്തെ തന്നെ അതുതന്നെ ധ്യാനിക്കുകയും, അതിൽ നിന്നുള്ള കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും. അതിൽ നിന്നുള്ള കൽപ്പനകൾ പാലിക്കുകയും, അങ്ങനെ നിരന്തരമായ കൽപ്പന പാലന ജീവിതത്തിലൂടെ ആ അനവധി പരീക്ഷണ നിരീക്ഷണങ്ങൾ ഗുരുവിൽ നിന്നുണ്ടാകും. എന്തിനാണ് പരീക്ഷണം? അടുത്ത പടിയിലേക്ക് കടത്തുവാൻ വേണ്ടിയാണ്. അവിടെ നിന്ന് അടുത്ത പടിയിലേക്ക് കടത്തുവാൻ വേണ്ടിയാണ്. അങ്ങനെ പടിപടിയായി ആത്മാവിനെ ഉയർത്തി പരമോന്നതനാകുന്ന ഗുരുവിന്റെ ഹൃദയത്തിലേക്ക് ചേർത്തെടുക്കുവാനാണ് ആത്മബോധോദയ സംഘം സ്ഥാപിച്ചു പുലർത്തുന്നത്. ആ ആത്മബോധോദയ സംഘം ആത്മബോധ സ്വരൂപനാകുന്ന ഗുരുവിനാൽ സ്ഥാപിച്ചതാണ്. ഗുരുവിന്റെ അധിവാസം ആത്മാവിൽ ഉണ്ടാകുമ്പോഴേ ഇതെന്താണെന്ന് പോലും ആത്മാക്കൾക്ക് തിരിയപ്പെടുകയുള്ളൂ. അങ്ങനെ അധിവാസം ഉറപ്പിക്കുവാനുള്ള പരിശ്രമമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്ന നിയമജീവിതം. ആ നിയമജീവിതം ഒരു കാരണവശാലും നമ്മൾ വിട്ട് മറന്ന് ജീവിക്കുവാൻ പാടില്ല. അങ്ങനെ മറന്ന് ജീവിച്ചാൽ നമുക്ക് അവിടെ വിടവുണ്ടാവുകയാണ്, അകലമുണ്ടാവുകയാണ്. ആ അണുമാത്ര പോലും കളങ്കം അകമേ കടക്കാതെ കരുതി സൂക്ഷിച്ച് ജീവിക്കുന്ന ജീവിതമാണ് നിയമജീവിതം. ആ പരമപവിത്രമായ ഗുരുപാദത്തിൽ ചേരണമെങ്കിൽ ആത്മാവ് പരമപവിത്രമായി രൂപാന്തരപ്പെട്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ജഡമോഹ അനുരാഗാദികളിൽ കൂടി ജന്മമെടുത്ത് വരികയാൽ ആത്മാക്കൾ അതിലേക്ക് തന്നെ ആസക്തി ഉള്ളവരായിട്ടാണ് ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആസക്തി മുഴുവൻ മാറ്റപ്പെടണമെങ്കിൽ ഇതെല്ലാം ഉപയോഗിച്ച ശേഷം ഞാൻ സ്വസ്ഥനായിക്കൊള്ളാം എന്ന് തീരുമാനിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ആ പായസം കുടിച്ചാൽ കുറച്ചു നേരം കുറച്ച് അധികം കുടിച്ചു കഴിഞ്ഞാൽ മതി എന്ന് തോന്നും. ആ പക്ഷേ വീണ്ടും വിശപ്പുണ്ടാകുമ്പോഴോ വീണ്ടും അതെടുത്ത് കുടിക്കും.
തീർത്ത് കുടിക്കും. അപ്പോ ആ കുടിച്ചു മതിയായ സമയത്ത് ഇനി ഒരിക്കലും കുടിക്കില്ല എന്ന് വരെ വേണമെങ്കിൽ തീരുമാനിക്കാം. കാരണം അത്രത്തോളം അങ്ങ് മതിയായി, അതിനോടങ്ങ് വെറുപ്പ് തോന്നി. പക്ഷേ വീണ്ടും വിശപ്പ് വരുമ്പോ പായസം കണ്ട അപ്പൊ ആദ്യം അതായിരിക്കും കുടിക്കുന്നത്. കുടിച്ച് പരിചയമുള്ളതും ആ രുചി നാവിലുള്ളതുമാണ്. ഇതുപോലെയാണ് ലോകമോഹാദികളെല്ലാം. നമ്മൾ ഓരോന്നും കണ്ട് അനുഭവിച്ചു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആത്മീയത്തിലേക്ക് കയറിക്കൊള്ളാം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ആ ആരോഗ്യമുള്ള ശരീരമേ, ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുള്ളൂ. ആരോഗ്യമുള്ള മനസ്സുണ്ടെങ്കിലേ ആരോഗ്യപരമായ ചിന്തകൾ ചെയ്യാൻ കഴിയുള്ളൂ. ആ പല ആളുകളും ഇപ്പൊ ഉപദേശം പഠിക്കാൻ വേണ്ടി ഞാനിങ്ങനെ നിർബന്ധിക്കുമ്പോ പഠിക്കാൻ വേണ്ടി ആഗ്രഹത്തോടുകൂടി വരും. ഓ നേർച്ച നിറവറയൊക്കെ പറഞ്ഞ് പഠിക്കുകയാണ്, എന്നിട്ടും അകത്തോട്ട് കയറുന്നില്ല എന്നാണ് പറയുന്നത്. എന്താ കാരണം? ചിന്തിച്ചുറപ്പിക്കുവാൻ, ഓർമ്മയിൽ സൂക്ഷിക്കുവാനുള്ള കഴിവ് ശരീരപ്രകാരം കുറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറയും വീണ്ടും വീണ്ടും പഠിക്കൂ, അത് ഉറച്ചുകൊള്ളൂ എന്ന് പറയും. എന്താ കാരണം? ഉള്ളിൽ ഇതെല്ലാം സ്വീകരിപ്പാനുള്ള ഒരു വസ്തു പ്രായഭേദമന്യേ അധിവസിക്കുന്നുണ്ട്. അതിന് പ്രായം ബാധകമല്ല. ശരീരത്തിനാണ് പ്രായമുള്ളത്, ആത്മാവിന് പ്രായമില്ല. അതുണ്ടായ കാലം മുതൽ അത് ഒരേ അവസ്ഥയിൽ നിലകൊള്ളുകയാണ്. പക്ഷെ നീ ലോകത്തിൽ ജന്മമെടുത്ത് പല കർമ്മദോഷങ്ങൾ പെട്ടപ്പോഴാണ് അതും കളങ്കത്തിലായത്. അപ്പൊ ഈ കളങ്കങ്ങളെല്ലാം നീക്കാനുള്ള വഴിയാണ് ഈ സർവജ്ഞാനം. ആ നിഷ്കളങ്കജ്ഞാനം, സർവജ്ഞാനം, ജന്മാന്തരജ്ഞാനം ആത്മാവ് സ്വീകരിക്കും, ആത്മാവ് അത് ബോധ്യപ്പെടും, ആത്മാവ് ആനന്ദിക്കും. അതുകൊണ്ട് വീണ്ടും വീണ്ടും പഠിച്ചോളാൻ പറയും. അങ്ങനെ ആഗ്രഹത്തോടുകൂടി പഠിക്കുന്നവർക്കെല്ലാം അത് ഉറപ്പിച്ചു കിട്ടുകയും ചെയ്യും. അപ്പൊ പല ആളുകളും വിചാരിക്കട്ടെ, ഓർമ്മയും ബുദ്ധിയും ഒന്നും ഇല്ലാത്ത ഈ പ്രായത്തിൽ എങ്ങനെ ഇവര് പഠിച്ചു എന്ന് അത്ഭുതപ്പെട്ടു പോകും. അത് ആത്മാവിന്റെ മഹത്വമാണ്. ആ മഹത്വമാണ് ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയാതെ ഇരിക്കുന്നത്. മനുഷ്യ ജന്മമേ നിന്റെ ജന്മ മഹാത്മ്യമോ, മനുഷ്യ മായാബന്ധം കൊണ്ടു നീ അറിയാതെ പോയി. മായാബന്ധം മാറ്റി നിന്നെ വീണ്ടെടുക്കുവാൻ ജ്ഞാനസമ്പൂർണ്ണനാം ജന്മി വന്നുദിച്ചല്ലോ. ചെറിയൊരു മറ എവിടെ? ആത്മാവിന്റെ മുൻപിൽ. അതാണ് ഇതെല്ലാം ഉള്ളതായിട്ട് തോന്നിക്കുന്നതും ഉള്ളതിനെ അറിയാതെ പോകുന്നതും. ആ മറയൊന്ന് മാറിയാൽ ആത്മാവ് സ്വന്തം മഹത്വം തിരിച്ചറിയുകയാണ്. എന്താണ് ആത്മാവിന്റെ പ്രധാനപ്പെട്ട മഹത്വം? ആത്മാവ് എവിടെ നിന്നുണ്ടായതാണ്? ദൈവത്തിൽ നിന്നുണ്ടായതാണ് ആത്മാവ്. തന്നെ അറിഞ്ഞോരറിവിൽ നിന്ന് ഈ ആത്മാക്കളാകെ ഉളവായി വന്നു. തന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ആരെ അറിഞ്ഞു എന്നാണ്? തന്നെ കൊണ്ട് താൻ തന്നെ ആലോചിച്ച് താൻ തന്നെ തന്നെ അറിഞ്ഞ അറിവാണ് ആത്മാവ്. തന്നെ അറിഞ്ഞോ അറിവിൽ നിന്ന് ആത്മാക്കളാകെ ഉളവായി വന്നു. ആത്മാവിന്റെ മഹത്വം എന്താണ്? ദൈവത്തിൽ നിന്ന് ഉത്ഭവമായി എന്നുള്ളതാണ്. ഇപ്പൊ പല ആളുകളും ചോദിക്കും,
ചോദിക്കും, എല്ലാം ദൈവത്തിൽ നിന്നുണ്ടായതല്ലയോ, ഈ കാണുന്ന ലോകമൊക്കെ ദൈവം ഉണ്ടാക്കിയതല്ലയോ എന്ന് ചിലർ ചിന്തിച്ചേക്കാം. ആ, ഇത് മായയെ കൊണ്ടൊരു രൂപം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. ആ, ഇതങ്ങ് ഉപേക്ഷിച്ച് കളയാനുള്ളതാണ്. അല്പനേരം ഒരു വേഷം കെട്ടുക. ഇപ്പൊ നമ്മുടെ ഗുരുപൂജാനന്ദ സ്വാമി നേരത്തെ കഥകളി നടനായിരുന്നപ്പോ പല വേഷങ്ങളും കെട്ടും. ആ, കളി നടക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ഇവിടെ ആയാലും ഉത്രാടത്തിന് വന്ന് വൈകുന്നേരം വന്ന് ഒരു ദക്ഷിണ വന്നിട്ട് അങ്ങോട്ട് പോയി ഒരുങ്ങും. ആ, ആദ്യം ഭീമനായിട്ടാ ഒരുങ്ങുന്നെങ്കിൽ ഭീമന്റെ വേഷങ്ങളും അതിന്റെ അടയാളങ്ങളെല്ലാം വെച്ചങ്ങോട്ട് പിടിപ്പിക്കും. എല്ലാം പിടിപ്പിച്ചൊരു ഗതയായിട്ട് വന്നിരിക്കുമ്പോ ഭീമനാണ്. ആരാ സത്യത്തിൽ? ആരാണ്? നമ്മുടെ അന്ന് സ്വാമിയല്ല, അന്ന് ഇഞ്ചക്കാട് രാമേന്ദ്രൻ പിള്ളയാണ്. അപ്പൊ അദ്ദേഹം നിൽക്കുന്നത് സത്യത്തിൽ നമ്മൾ കാണുന്നത് ആരെയാണ്? അതിൽ കൂടി ഭീമനെയാണ് കാണുന്നത്. വേഷം അതിൻ്റെതാണ്. അകത്തിരിക്കുന്ന ആളാണ് ഇത് പഠിച്ചു വെച്ച് അംഗോപാംഗങ്ങളൊക്കെ കാണിക്കുന്നത്. ആ, അതിൽ കൂടിയാണ് കഥ മറ്റുള്ള ഒരാളിലേക്ക് ബോധ്യപ്പെടുത്തുന്നത്. അതങ്ങോട്ട് കഴിഞ്ഞ് അടുത്ത പാട്ടിൽ അദ്ദേഹം കൃഷ്ണനായിട്ടാണ് വേഷം. വേഗം ചെന്ന് ഇതെല്ലാം കഴിച്ചു മാറ്റും. മറ്റു കൃഷ്ണന്റെ വേഷം ഇട്ട് പച്ചയൊക്കെ ഇട്ടുകൊണ്ട് വരും. അപ്പോ പിന്നെ ആരായി? അപ്പൊ മുമ്പേ വന്ന ഭീമൻ എവിടെ പോയി? അത് കഴിച്ചു വെച്ചു. രണ്ടാമത് കൃഷ്ണനായിട്ട് വന്നു. അപ്പോഴും ഉള്ളിലിരിക്കുന്ന ആരാണ്? ഇഞ്ചക്കാട് രാമേന്ദ്രൻ പിള്ളയാണ്. അല്ലേ? ഇതുപോലെ ആ വേഷം പലതും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ആ, വിവിധ കലകളായി കളിയാടിയിടുന്ന കരുണക്കാതലെ അറിയാമോ? വിവിധ കലകളായി കളിയാടിയിടുന്ന കരുണക്കാതലെ അറിയാമോ? വിവിധ കലകളായി കളിയാടിയിടുന്ന കരുണക്കാതലെ അറിയാമോ? സദാ കളിയാടിയിടണ ഗുരുവരാ മായയെ ഉടയാടയായി ധരിച്ചുകൊണ്ട് ആ തന്റെ വാഴ്ചയും തന്റെ അധികാരവും ലോകത്ത് നടത്തുകയാണ്. അപ്പൊ മായയാകുന്ന ലോകത്തെ കണ്ട് ആരും ഭ്രമിക്കരുത്. ക്ഷണഭംഗുരമായ വസ്തുക്കളെ ആ നമ്മൾ മോഹിച്ചാൽ എല്ലാം നഷ്ടമാകുമ്പോൾ നമുക്ക് ദുഃഖമായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ആശയുടെ പിന്നാലെ നീ ഓടിപ്പോകാതെ ആശയറ്റു ശാന്തമായി ജീവിച്ചിടുക. ഇതിനകത്ത് ഒന്ന് രണ്ട് ആശമാരിപ്പുണ്ട്. അവരുടെ പിന്നാലെ പോകുന്ന കാര്യമല്ല, ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകാൻ പാടില്ല. ലോകത്തിലെ ഓരോന്നും കാണുമ്പോൾ ഒന്നിനോട് ഇങ്ങനെ ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എത്ര കിട്ടിയാലും മതിയാവുകയില്ല. അങ്ങനെ ആശയുടെ പിന്നാലെ നീ ഓടിപ്പോകാതെ ആശയറ്റു ശാന്തമായി ചിന്തിച്ചിടുക.
എങ്ങനെ ഈ ലോകത്ത് ജീവിക്കും? അതാ പലരുടെയും ഒരു സംശയം അതാണ്. ആഗ്രഹമൊക്കെ ഇല്ലാതെ എങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കും? കാരണം ഓരോന്നിനോടുള്ള ആഗ്രഹമാണല്ലോ ഓരോന്നിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഓരോന്നിനോടുള്ള ആഗ്രഹമാണല്ലോ ഓരോന്നിലും കൊണ്ട് ഇപ്പൊ എത്തിക്കുന്നത്. നമ്മുടെ ബാലേന്ദ്രൻ ഭക്തൻ പറഞ്ഞ അനുഭവത്തിലും മകൾക്ക് ഇന്ന വിദ്യാഭ്യാസം വേണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് അത് കൈവന്നു എന്നാണല്ലോ പറഞ്ഞത്. മകൾക്ക് ഇന്ന അനുഭവം വേണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, അത് കൈവന്നു എന്നാണ് ബാലേന്ദ്രൻ ഭക്തൻ. അതെ, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആഗ്രഹിച്ചു നേടുന്നു എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ആഗ്രഹിച്ചു നേടുന്നു എന്നാണ് വേണ്ടതായ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ തീരുമാനിച്ചു നിശ്ചയിച്ച് അതിനെ ആഗ്രഹിച്ച് നിവൃത്തിയാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുവാനുള്ള പ്രാപ്തി മനുഷ്യജന്മങ്ങൾക്കുണ്ടാവണം. വേണ്ടതായ കാര്യങ്ങൾ ആഗ്രഹിച്ച് അത് നിശ്ചയിച്ച് അതിൽ നിന്ന് അതിനെ വേണ്ട വിധത്തിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു ജീവിക്കുവാനുള്ള പ്രാപ്തി അനുഭവിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും ജീവിക്കുവാനും കഴിയും. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും ജീവിക്കുവാനും കഴിയും. എങ്ങനെ? ഈ കൊട്ടത്തേങ്ങ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കൊട്ടത്തേങ്ങ നമ്മൾ കണ്ടിട്ടുണ്ടോ? തേങ്ങ തന്നെ കണ്ടിട്ടുള്ളവരില്ലെന്ന് തോന്നുന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തേങ്ങ? ഞാൻ ഇവിടെ ഇങ്ങനെ വലിയൊരു മരമുണ്ട്, മേപ്പോട്ട് ഇങ്ങനെ നിൽക്കുക, അവിടെ മുറ്റത്തൊക്കെ ഉണ്ട്. അതിലിങ്ങനെ ഒരു കാ പിടിക്കും, അതിൻ്റെ പേരാ തേങ്ങ. കണ്ടിട്ടുണ്ടോ? ഇല്ല, അതുകൊണ്ട് ആരും കണ്ടിട്ടില്ല. ഉണ്ട്. അത് ഞാൻ തട്ടുമ്പുറത്തൊക്കെ കിടന്ന് ഉണങ്ങും. ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ എടുത്തു നോക്കിയാൽ കുട്ടു 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 എന്നൊരു സൗണ്ട്. എന്താ കാര്യം? ചിരട്ടയിൽ നിന്ന് ആ തേങ്ങയുടെ ബന്ധം അങ്ങ് വിട്ടു. തേങ്ങയ്ക്കകത്തെ വെള്ളം പറ്റി ചിരട്ടയായിട്ടുള്ള ബന്ധം അങ്ങ് വിട്ടു. അപ്പോഴും തേങ്ങ തേങ്ങ തന്നെയാണല്ലോ. നമ്മളതിന് പേര് മാറ്റി വിളിക്കും, കൊട്ട തേങ്ങ എന്ന് വിളിക്കും. കാരണം അത് കുടുങ്ങുന്നു, അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് കൊടുത്തു. പക്ഷെ അതിനകത്ത് കാമ്പുമുണ്ട്, ചിരട്ടയുണ്ട്, തൊണ്ടുമുണ്ട്. ഒരു കാര്യം മാത്രമല്ല, വെള്ളം അങ്ങ് പറ്റിപ്പോയി എന്നേ ഉള്ളൂ. അത് കുഴിച്ചിട്ടാൽ കിളിച്ചു വരികയും ചെയ്യും, അടുത്ത തെങ്ങ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ആ കൊട്ടത്തേങ്ങ ചിരട്ടയിൽ നിന്ന് ബന്ധമില്ലാതെ ചിരട്ടയ്ക്കുള്ളിൽ കഴിയുന്നത് പോലെ ഈ ലോകത്തോട് ബന്ധിക്കാതെ ലോകത്തിൽ ജീവിക്കുവാനുള്ള പരിശീലനമാണ് ആത്മബോധോദയ സംഘാംഗങ്ങൾ നേടിയെടുക്കേണ്ടത്. ഇതെന്തുവാ ഭഗവാൻ നിന്നുകൊണ്ട് എന്തു ഈ പറയുന്നത്? ഇങ്ങനൊക്കെ ജീവിക്കാൻ പറ്റുമോ ലോകത്ത്? പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റും. ശത്രുവാകുന്ന മായയെ അങ്ങ് സംഹരിക്കണേ ദൈവമേ. സന്താനങ്ങൾ ഈ പ്രാർത്ഥനയോടുകൂടി പരിശ്രമത്തോടുകൂടി ജീവിതം ചെയ്യണം. എന്താണ് പ്രാർത്ഥന? ശത്രുവാകുന്ന മായയെ അങ്ങ് സംഹരിക്കണേ ദൈവമേ. ജ്ഞാനമാകുന്ന തേജസ് എന്നുടെ ആത്മാവിൽ ഭവിപ്പിക്കണേ. ഗുരു എന്ന് പറയുന്നത് മഹാതേജസ്സാണ്. ഗുരുവിന്റെ മഹാതേജസ്സിന്റെ അനന്തകോടിയിൽ ഒരു അംശം കൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ കാണുന്ന ലോകം. അപ്പൊ ഗുരു എന്താണെന്നൊരു ഒരു സാമാന്യ അനുമാനം നിങ്ങൾക്ക് ചെയ്യാമല്ലോ. നമ്മൾ പറയും കോടാകോടി സൂര്യപ്രഭ ഒത്തുചേർന്നു പ്രകാശിച്ചാൽ ഈശ്വരന്റെ തേജസ്സിന് തുല്യമല്ലല്ലോ. അതാണ് അതിന്റെ സത്യം. അപ്പൊ അങ്ങനെ അനന്തകോടി ആ ചൈതന്യത്തിൽ നിന്ന് അല്ലെങ്കിൽ കിരണത്തിൽ നിന്ന് ഒരു കിരണം എടുത്താണ് ഈ ലോകം സൃഷ്ടിച്ചത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര ബൃഹത്താണ് ഗുരുവിന്റെ പ്രകാശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ചൈതന്യം എന്നിലേക്ക് പ്രകാശിപ്പിക്കണേ, എന്റെ ആത്മാവിൽ ഭവിപ്പിക്കണേ എന്നാണ് പ്രാർത്ഥന. അങ്ങനെ ഭവിക്കുമ്പോ ഈ ആശയാകുന്ന
വെള്ളമെല്ലാം അങ്ങ് വറ്റിപ്പോവും. ഈ ആശയാകുന്ന വെള്ളമെല്ലാം അങ്ങ് വറ്റി ആ പ്രകാശം വന്ന് തട്ടിക്കഴിയുമ്പോ പ്രകാശം വന്ന് നമുക്ക് ഈ തട്ടിക്കഴിയും. ആവശ്യമില്ലാത്ത ബന്ധങ്ങളും നമ്മുടെ ആവശ്യമില്ലാത്ത ബന്ധം അതിന് ഈ ഉറ്റവരാകട്ടെ ഉടയവരാകട്ടെ സുഹൃത്തുക്കളാകട്ടെ ഈ ലോകവശാൽ പലവിധ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സഹായിച്ചവരാകട്ടെ എല്ലാവരുമായും ബന്ധമുണ്ട്, എന്നാൽ ബന്ധമില്ല. എന്നാൽ എല്ലാവരുമായി ബന്ധമുണ്ടെന്നാൽ ബന്ധമില്ല. ആരോടും ബന്ധമില്ല. ആരോടും ബന്ധമില്ല. ആരാണ് പിന്നെ ബന്ധു? ആരാണ് പിന്നെ ബന്ധു? ഒറ്റയാളെ ഉള്ളൂ ബന്ധു. ഒറ്റയാളേ ഉള്ളൂ. ഉറ്റവനായാലും രക്ഷകനായാലും തിരിച്ചുവരവിന്റെ ആദ്യ സന്ദർഭത്തിൽ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, മാനസക്കാടുകൾ വെട്ടിത്തകർത്തിട്ട് മാനസേശ്വരനുള്ളിൽ കളിയാടണം എന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് തന്നെ വർണ്ണിച്ചു. അന്തരംഗത്തിൽ ഇരിക്കുന്ന അജ്ഞാനക്കൂരിട്ട് മാറ്റുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പൊ കേട്ടുകൊണ്ടിരുന്ന ഒരു ഭക്തൻ വീടിന്റെ തെക്കേപ്പുറത്ത് വിളക്കുമൊക്കെ കത്തിച്ച് നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാവുണ്ടായിരുന്നു. അവരുടെ കുടുംബത്തിന്റെ ചേർന്നാണ് നിൽക്കുന്നത്, അവരുടെ കുടുംബത്തിനാണ് അധികാരം. പക്ഷെ പലരും വന്ന് അവിടെ വിളക്ക് കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ആരാധനാ കേന്ദ്രമാണ്. ഇത് കേട്ട ചങ്ങോട്ടി ഈ കാടെല്ലാം അങ്ങ് വെട്ടിക്കളഞ്ഞു. നാട്ടുകാരെല്ലാം കൂടെ അങ്ങ് ഇളകി. ആശ്രമത്തിൽ പോകുന്നവരുടെ മുഴുവൻ വീട് കത്തിക്കുന്ന രംഗമായി. ഭയങ്കര പ്രശ്നമായത് പരിഹരിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ ആ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഒക്കെ അന്ത്യത്തിൽ കൂട്ടായി കാണുകയല്ല. പറഞ്ഞ അച്ഛനെ അമ്മയെന്ന് ആരും വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത്. ഭഗവാൻ ഇന്ന് അനുഗ്രഹ പ്രഭാഷണം നടത്തിയപ്പോൾ പറഞ്ഞ് മാതാപിതാക്കളും ബന്ധുമിത്രാദികളും ഒന്നും അന്ത്യത്തിൽ കൂട്ടായി കാണുകയില്ല. അതുകൊണ്ട് ഇറങ്ങിക്കോ, ബാഗ് എടുത്തിട്ട് ഇറങ്ങിക്കോ, ചെയ്യല്ലേ ആരും, ദയവ് ചെയ്ത് ചെയ്യരുത്. ദൈവതിരുനാമം ഓർത്ത് നിങ്ങളാരും ചെയ്യരുത്. എങ്ങനെയൊക്കെ സഹായിക്കാമോ, എങ്ങനെയൊക്കെ ശുശ്രൂഷിക്കാമോ, എങ്ങനെയൊക്കെ വാത്സല്യിക്കാമോ, എങ്ങനെയൊക്കെ ഓമനിക്കാമോ, എന്തെല്ലാം കൊടുത്ത് സംരക്ഷിക്കാൻ കഴിയും, ആ വിധത്തിൽ നിങ്ങൾ മാതാപിതാക്കളെ സംരക്ഷിക്കണം. പക്ഷേ ഇതെല്ലാം അതിൻ്റെതായ അവസ്ഥയിൽ, അതിൻ്റെതായ അറിവിൽ നിന്നുകൊണ്ട് ഉറ്റവനായാലും ആത്മബോധമാണ്. ആത്മബോധത്തിൽ കൂടി ജീവിക്കുന്നവർക്ക് ഇതെല്ലാം വഴിയാവണ്ണം കണ്ടറിഞ്ഞ് പരിപാലിക്കുവാൻ കഴിയും. അമ്മയെ അമ്മയായി കാണണം, അച്ഛനെ അച്ഛനായി കാണണം, ഭാര്യയെ ഭാര്യയായിട്ട് കാണണം, ഭർത്താവിനെ ഭർത്താവായി കാണണം, മക്കളെ മക്കളായി കാണണം, മാതാപിതാക്കളെ മാതാപിതാക്കളായി കാണണം. ഇങ്ങനെ പരസ്പരം ബന്ധിച്ചും സ്നേഹിച്ചും കഴിയുവാൻ കഴിയും. പക്ഷേ ആന്തരികമായ അതിന്റെ അവസ്ഥയിൽ തന്നെ അതിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയും. അങ്ങനെ നിലനിർത്തിക്കൊണ്ടു
പോകുവാൻ കഴിയുമ്പോൾ മാത്രമേ ഉന്നതമായ ഭാഗ്യത്തെ അനുഭവിക്കുവാൻ കഴിയുള്ളൂ. അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുമ്പോൾ മാത്രമേ ഉന്നതമായ ഭാഗ്യത്തെ അനുഭവിക്കാൻ കഴിയൂ. ആത്മാവിന്റെ മഹത്വം ആത്മാവ് കൊണ്ട് അറിയണമെങ്കിൽ ഈ വിധ ജീവിതം ചെയ്തെങ്കിലേ സാധിക്കൂ. ആത്മാവിന്റെ മഹത്വം ആത്മാവ് കൊണ്ട് അറിയണമെങ്കിൽ ഈ വിധ ജീവിതം ചെയ്തെങ്കിലേ സാധിക്കൂ. അല്ലാതെ ലോകത്തിൽ വന്ന് പലവിധ ബന്ധങ്ങളുമായി ജീവിക്കുമ്പോ എവിടെയെങ്കിലുമൊക്കെ കൂടുതൽ ബന്ധവും കൂടുതൽ സ്നേഹവും കൂടുതൽ താല്പര്യവും ഒക്കെ വന്നു പോയാൽ അതിലേക്കായി മാത്രം ഒതുങ്ങിപ്പോയാൽ ആത്മബോധം ഉദിക്കുകയില്ല, ശുഭാനന്ദം കാണുകയില്ല. അപ്പൊ നമുക്ക് എല്ലാവരോടും ഒന്നുപോലെ സഹകരിക്കുവാനും പെരുമാറുവാനുമുള്ള ഒരു അറിവ് നമ്മുടെ ആത്മാവിൽ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ ചെറിയ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരാളിന് വീട്ടില് അച്ഛനും അമ്മയ്ക്കും ഒക്കെ എങ്ങനെങ്കിലും ഒക്കെ മരുന്നും കാര്യങ്ങളും ഒക്കെ ഭക്ഷണവും ഒക്കെ ഒപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഏരിയയിലുള്ള അച്ഛനമ്മമാരെ മുഴുവൻ പോറ്റണമെന്നൊരു ചിന്ത ഒരു അറിവുള്ളിലുണ്ട്. പക്ഷെ കൊടുക്കാൻ നിർവാഹമില്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഈ പറയുന്ന അറിവുകളൊക്കെ അതിൻ്റെതായ അറിവിൽ തിരിച്ചറിഞ്ഞ് നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ. ആ ഏകത്വമായ ബോധത്തിൽ ഏകീഭവിച്ച് ആത്മനാഥനോട് ചേർന്ന് ആനന്ദിക്കുവാനുള്ള മാർഗമാണിത്. ഏകത്വമായ ബോധത്തിൽ ആ മാർഗം സ്വീകരിച്ച് ജീവിക്കുന്ന നിങ്ങൾ പരസ്പര ബന്ധവും പരസ്പര സ്നേഹവും നിലനിർത്തിക്കൊണ്ട് പോകണം. ഇപ്പോൾ ഞാൻ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന ആൺകുട്ടികളെല്ലാം ഇപ്പുറത്ത് വന്നിരിക്കാൻ പറഞ്ഞു. കുറച്ച് വിഷമത്തോടു കൂടിയാണ് അവരെ വിളിച്ചത്. കാരണം പറയുന്നത് അവർ ശരിയായി അനുസരിക്കുന്നില്ല എന്നൊരു വിഷമം ഉണ്ടായി. പക്ഷെ അടുത്തിരിക്കുന്ന മുതിർന്നവര് ശ്രദ്ധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള മറ്റൊരു വിഷമം. പക്ഷേ അവിടെ എനിക്ക് വലിയ ആത്മാഭിമാനം ഉണ്ടായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ എങ്ങനെയാണ് ഇവിടെ അനൗൺസ് ചെയ്തത്? ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ആൺകുട്ടികളെല്ലാം ഇപ്പുറത്ത് വരാനാണ് പറഞ്ഞത്. ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ കുട്ടികൾ വരിക, നടന്നു വരിക. നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, എണീക്കാൻ വയ്യാത്ത കുട്ടികൾ വരെയും അവിടുന്ന് എണീറ്റ് ഇപ്പുറത്ത് വന്നു. അപ്പൊ ഈ അറിവിൽ ജീവിക്കുമ്പോ യൗവനം ബാല്യകാലമൊന്നും ആർക്കും നഷ്ടമാകുന്നില്ല എന്ന് ചിന്തിച്ചപ്പോ അതൊരു വലിയ അഭിമാനം തോന്നി. കാരണം ആൺകുട്ടികളെയാണ് വിളിച്ചത്. പക്ഷെ വന്നത് പുരുഷന്മാർ മുഴുവനുമാണ്. അത് അവര് കേട്ടതിന്റെ കുഴപ്പമാണോ അറിഞ്ഞതിന്റെ കുഴപ്പമാണോ അങ്ങനെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ആ അനുസരണ അവിടെ സംഭവിച്ചപ്പോ അവരെല്ലാം എന്തായി മാറി? ചുണക്കുട്ടികളായ ആൺകുട്ടികളായി മാറി. അപ്പൊ അവര് ഇരിക്കാനും നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരാണ് അങ്ങോട്ടൊക്കെ മാറിയിരിക്കുന്നത്. പെട്ടെന്ന് എഴുന്നേക്കാനും പെട്ടെന്ന് ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള അതിന്റെ കൂട്ടത്തിലാണ് ഈ കുട്ടികൾ പോയി ഇരിക്കുന്നത്. അപ്പൊ അവരെ ഇപ്പുറത്ത് വരാനാണ് പറഞ്ഞത്. എല്ലാവരും ഇപ്പുറത്ത് വന്നു. അപ്പൊ അവിടെ ഒരു അഭിമാനം തോന്നി. കാരണം എന്റെ കുഞ്ഞുങ്ങൾക്കാർക്കും പ്രായമാകുന്നില്ല. അങ്ങനെ ധീരരായി ജയധീരരായി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആയുരാരോഗ്യത്തോടുകൂടി എന്നും ജീവിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറ്റവനായാലും രക്ഷകനായാലും ദൈവമല്ലാതെ എനിക്കാരുമില്ലേ. അന്ത്യത്തിൽ കൂട്ടായി
തിരിച്ചറിയുമ്പോഴാണ് ആത്മാവ് തന്നെ സ്വയം തിരിച്ചറിയുമ്പോൾ കർമ്മദോഷങ്ങളിൽ നിന്ന് വിട്ട് കർമ്മദോഷങ്ങളിൽ സൽക്കർമ്മങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. സൽക്കർമ്മങ്ങളെ സ്വീകരിച്ചു അതിനുവേണ്ടിയാണ് ഈ മഹത്വം നിങ്ങൾ ബോധ്യപ്പെടുത്താൻ ഞാൻ പരിശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ മഹത്വം നമ്മളിൽ ബോധ്യപ്പെടുത്തുവാൻ അത് തിരിച്ചറിയുമ്പോഴേ നിങ്ങൾക്ക് അത് ഉണ്ടാവും. അത് തിരിച്ചറിയുമ്പോഴേ നമുക്ക് സൽക്കർമ്മം ചെയ്യുവാനുള്ള പ്രേരണ ഉണ്ടാകണമെങ്കിൽ ഞാൻ ആരാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. സൽക്കർമ്മം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകണമെങ്കിൽ ഞാൻ ആരാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം. അപ്പൊ ആ മഹത്വം തിരിച്ചറിയുമ്പോ ആ മഹത്വം പിന്നെ തിരിച്ചറിയുമ്പോൾ താഴേക്ക് പോവുകയില്ല, പിന്നെ താഴോട്ട് ചിന്തിക്കുകയില്ല. താഴോട്ട് ചിന്തിക്കുക. അങ്ങനെ നമുക്ക് താഴോട്ടല്ല പോകേണ്ടത്, നമുക്ക് താഴോട്ട് മുകളിലേക്ക് 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 പോകണം. മുകളിലേക്ക് മുകളിലേക്ക് അറിവു കേടാം അടിമയെ വിട്ടുയരണം നാം ഉയരണം. അറിവുകേടാം അടിമയെ വിട്ട് ഉയരണം നാം. അങ്ങനെ ഉയരട്ടെ, അങ്ങനെ ഉയരട്ടെ, ആത്മലോകം ഉയരട്ടെ. ഉയരട്ടെ, അങ്ങനെ ഉയരട്ടെ, ആത്മലോകം ഉയരട്ടെ. ഉയരട്ടെ, അങ്ങനെ ഉയരട്ടെ, ആത്മലോകം ഉയരട്ടെ. അറിവുകേടാം അടിമയെ വിട്ട് ആത്മാവെന്നു ഉയരട്ടെ. അറിവുകേടാം അടിമയെ വിട്ട് ആത്മാവെന്നു ഉയരട്ടെ. ഉയരട്ടെ, അങ്ങനെ ഉയരട്ടെ, ആത്മലോകം ഉയരട്ടെ. അറിവുകേടാം അടിമയെ വിട്ട് ആത്മാവെന്നു ഉയരട്ടെ. അറിവുകേടാം അടിമയെ വിട്ട് ആത്മാവെന്നു ഉയരട്ടെ. ലോകമോഹം മറക്കട്ടെ, ദേഹമോഹം മറക്കട്ടെ. ലോകമോഹം മറക്കട്ടെ, ദേഹമോഹം മറക്കട്ടെ. മോഹമോഹിതനാകുന്ന ദൈവമുള്ളിൽ വാഴട്ടെ. ലോകമോഹം മറക്കട്ടെ, ദേഹമോഹം മറക്കട്ടെ. മോഹമോഹിതനാകുന്ന ദൈവമുള്ളിൽ വാഴട്ടെ. മോഹമോഹിതനാകുന്ന ദൈവമുള്ളിൽ വാഴട്ടെ. ആത്മശോഭ കാണട്ടെ, ആത്മനാഥൻ വാഴട്ടെ. ആത്മശോഭ കാണട്ടെ, ആത്മനാഥൻ വാഴട്ടെ. ആത്മബോധ ഉദയം കണ്ടു ആത്മാവ് ആനന്ദിക്കട്ടെ. ആത്മബോധ ഉദയം കണ്ടു ആത്മാവ് ആനന്ദിക്കട്ടെ. ആത്മബോധ കാണട്ടെ, ആത്മനാഥൻ വാഴട്ടെ. ആത്മബോധ ഉദയം കണ്ടു ആത്മാവ് ആനന്ദിക്കട്ടെ. ആത്മബോധ ഉദയം കണ്ടു ആത്മാവ് ആനന്ദിക്കട്ടെ. ഓരോ ആത്മാവും ശുഭാനന്ദ രൂപമായി തീരുവാൻ ഓരോ ആത്മാവും ശുഭാനന്ദ വിവേകവുമായി ഈ അറിവിൽ കൂടി, ഈ അറിവിൽ കൂടി കൃത്യനിഷ്ഠയോടുകൂടി, കൃത്യനിഷ്ഠയോടുകൂടി, സത്യസന്ധതയോടുകൂടി സത്യസന്ധതയോടുകൂടി ജീവിതം ചെയ്തുകൊള്ളുക. ജീവിതം ചെയ്തുകൊള്ളുക. മഹാശക്തി നിങ്ങളിൽ കളിയാടി വിളയാടി വാഴുമാറാകട്ടെ. ആശക്തി നമ്മളിൽ കളിയാടി വിളയാടി വാഴുക. ഈ ആദർശത്തെ സ്വീകരിച്ച് ഉന്നതാദർശത്തെ സ്വീകരിച്ച് സത്യധർമാദികളിൽ കൂടി ജീവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സത്യധർമാദികളിൽ കൂടി ജീവിക്കുന്ന നമ്മൾ എപ്പോഴും ചില പുനഃപരിശോധനകൾ നടത്തുന്നത് വളരെ നന്നായിരിക്കും. എപ്പോഴും ചില പുനഃപരിശോധനകൾ നടത്തുന്നത് വളരെ അപ്പോൾ നന്നായി. തന്നെ ജന്മാന്തര ജ്ഞാനോപദേശം പഠിച്ചിട്ടുള്ള ആളുകളെ, ജന്മാന്തര ജ്ഞാനോപദേശം പഠിച്ചിട്ടുള്ള ആളുകൾ, വർഷങ്ങൾക്ക് മുമ്പ് ഇത് കരസ്ഥമാക്കിയ ആളുകളെ വർഷങ്ങൾക്ക് മുമ്പ് കരസ്ഥമാക്കിയ ആളുകളെ പലരെയും ഞാൻ വീണ്ടും പരിശോധിക്കുവാൻ വേണ്ടി അയക്കാറുണ്ട്. പലരെയും ഭഗവാൻ വീണ്ടും പരിശോധിക്കുവാൻ വേണ്ടി അയക്കാറുണ്ട്. അവരോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടോ അവരെ അധിക്ഷേപിക്കുവാൻ വേണ്ടിയോ അല്ല, അവരോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടോ അവരെ അധിക്ഷേപിക്കുവാൻ വേണ്ടി വേഗത്തിൽ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ചില അക്ഷരങ്ങളൊക്കെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വേഗത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ ചില അക്ഷരങ്ങളൊക്കെ കുറഞ്ഞു പോകാൻ സാധ്യത. വർഷങ്ങളുടെ പഴക്കം വരുമ്പോ വർഷങ്ങളുടെ പഴക്കം
വരുമ്പോൾ പുനഃപരിശോധന ചെയ്യാതെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോ പുനഃപരിശോധന ചെയ്യാതെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അപൂർവം ചില ആളുകളിൽ, എല്ലാവരിലുമല്ല, ചില കുഴപ്പങ്ങൾ ഉണ്ടാവുമെന്ന് ധരിച്ചവരിലൊക്കെ ഇല്ലാത്ത അവസ്ഥയാണ്. ചില കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് ധരിച്ചവരിലൊക്കെ ഇല്ലാത്ത, എന്നാൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിച്ചവരിലാണ് ചില പ്രധാന വാക്കുകൾ ഇല്ലാത്തത്. അങ്ങനെ ഒരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിച്ചവരിലാണ് ചില വാക്കുകൾ കുഴപ്പമായിട്ടുള്ളത്. അത് ഇല്ലാതെ പോവുകയാണ്. എന്തുകൊണ്ട്? പറഞ്ഞു വരുമ്പോ അത് മറന്നു പോകുന്നതാണ്. അപ്പൊ ആ മറവിയൊക്കെ തീർത്തെടുക്കുവാൻ ചില പുനഃപരിശോധന പല കാര്യത്തിലും നല്ലതാണ്. പല കാര്യങ്ങളും. അപ്പൊ നമ്മൾ വീട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിത രീതി നിയമപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയത് അതുപോലെ പുലർത്തുവാൻ എല്ലാ ആളുകൾക്കും പറ്റുന്നതല്ല. പിന്നെ എങ്ങനെയാണ് സാധിക്കുന്നത്? പരിചയിക്കപ്പെട്ട ആളുകൾ ചെന്ന് പരിശീലിപ്പിച്ചാണ് പലതും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞെ വിളക്ക് ഇങ്ങനെ കത്തിക്കണം, വിളക്ക് ഇങ്ങനെ വേണം ഒരുക്കാൻ, വീട് ഇങ്ങനെ വേണം വൃത്തിയാക്കാൻ, വെള്ളിയാഴ്ച വ്രതം ഇങ്ങനെ എടുക്കണം, താരാസ്വതി വ്രതം ഇങ്ങനെ എടുക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പരിചയിപ്പിച്ച് ആളുകളെ കൊണ്ട് പരിശീലിപ്പിക്കുകയാണ്. ഇങ്ങനെ പരിശീലിപ്പിക്കുമ്പോഴും ചില ആളുകൾക്ക് ചില മറവി സംഭവിക്കും. ശക്തമായ ചില കാര്യങ്ങൾ ചിലർ നിഷേധിക്കും. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമ്പോറ്റി അന്ന് ഇങ്ങനെയാണ് പറഞ്ഞത്. മനസ്സാവാച അറിയാത്ത കാര്യമായിരിക്കും. അപ്പോ ആ തിരുത്തുകൾ ആവശ്യമായവ നിങ്ങൾ തിരുത്തിയെടുക്കണം. എന്തിനു വേണ്ടി? തെറ്റുകൂടാത്ത ജീവിതം ചെയ്ത് നിങ്ങൾ ചൈതന്യരൂപമായി തീരുവാൻ വേണ്ടിയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ പല വീടുകളിൽ ഈ മാർബിൾ ഒക്കെ ഇടാറുണ്ടല്ലോ. ഈ മാർബിൾ ഇടുമ്പോ 2-3 തരം കല്ലുകൾ ഉപയോഗിച്ചാണ് അതിനെ ഉരസുന്നത്. ആദ്യം വളരെ കട്ടി കൂടിയ ഒരു കല്ല് ഉപയോഗിച്ച് മിനുസപ്പെടുത്തും. അപ്പൊ അറിവില്ലാത്ത ഒരാൾ ദൂരെ നോക്കി എല്ലാം മിനുസമായാലും എന്ന് തോന്നിക്കും. അപ്പൊ അത് കൈകാര്യം ചെയ്യുന്ന ആള് പറയും, അല്ല ഇനി 2 കല്ലൂടെ അടിക്കാനുണ്ട്. ഇത്രയൊക്കെ മതി, വെറുതെ തച്ചു കൂട്ടാനാണോ എന്നൊക്കെ പറയുന്നവരും ഉണ്ടാവും. അപ്പൊ രണ്ടാമത്തെ കല്ലിട്ട് വീണ്ടും അടിക്കുക. അത് വളരെ കുറച്ചുകൂടി കർഷണം കുറഞ്ഞ കല്ലായിരിക്കും. ആ ഒരു അപ്പോ വീട്ടുകാരനോ അല്ലെങ്കിൽ അറിയില്ലാത്ത ഒരാളാണെങ്കിൽ പറയും, ഇനി ഇട്ട് ഉരച്ചതിന്റെ കനമെല്ലാം കുറയ്ക്കുവാണോ? അധികം കനം പോകില്ല, കാരണം കർഷണം കുറവാണ്. മിനുസപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ മൂന്നാമത് വീണ്ടും അതിനേക്കാൾ കർഷണം കുറഞ്ഞ ഒരു കല്ല് ഉപയോഗിച്ച് മിനുസപ്പെടുത്തും. അപ്പോ എങ്ങനെ ഇരിക്കും? കണ്ണാടി പോലെ തിളങ്ങുന്നതായി മാറും. ഇവിടെ ഇരിക്കുന്ന ഈ മാർബിൾ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് പലർക്കും നിങ്ങളുടെ നിഴൽ അതിൽ കാണാൻ പറ്റും. അത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ അത്രയും മിനുസം അതിനില്ല. മിനുസപ്പെടുത്തി എടുത്തതാണ്. അപ്പൊ ഈ നമ്മൾ ചെയ്യുന്ന ഈ കർമ്മങ്ങളെല്ലാം ഹൃദയക്കണ്ണാടി മിനുസപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിയമനാമാദികളാണ്. അപ്പൊ അത് മൂന്നാമത്തെ കല്ലു അടിച്ചതിന് ശേഷം മിനുസപ്പെടുത്തി അത് ഫിനിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് അറിയാത്ത ഒരാൾ വന്ന് വലിയ കല്ലിട്ട് വീണ്ടും ഉരസിയാലത്തെ അവസ്ഥ എങ്ങനെ ഇരിക്കും? ഉള്ള മിനുസം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അറിവുകേട് നമ്മളിൽ വർദ്ധിതമാകാതിരിക്കുവാൻ, നിയമപാലനത്തിലുള്ള ക്രമക്കേടുകൾ തിരുത്തപ്പെടുവാൻ എല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ചില ക്രമക്കേടുകൾ അറിഞ്ഞോ അറിയാതെ ഒക്കെ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിക്കുവാൻ അറിവുള്ള ആളുകളിൽ നിന്ന് കൃത്യമായൊരു പരിശോധന ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു പരിശോധന ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ ചില ആളുകൾ വിചാരിക്കൂടെ ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിനകത്ത് ഇതിനകത്ത് ഇനി മാത്രം പരിശോധിക്കാനുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടവർക്കാണെങ്കിൽ ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. കാരണം നമ്മുടെ എല്ലാ
കാര്യങ്ങളും അറിവിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അറിവിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു വീട്ടിൽ വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകമായ ഒരു ചിട്ടയുണ്ട്. നമ്മളൊരു വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകമായ അത് വെറുതെ വെച്ചും കത്തിച്ച് പ്രാർത്ഥിക്കുമല്ല. കൃത്യമായ ഒരു നിഷ്ഠയായിട്ടാണ് അത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് പൂർത്തീകരണം ഉണ്ടാകുന്നത്. അപ്പോഴാണ് അതിന് ഫലം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ കൃത്യനിഷ്ഠയായി ചെയ്യേണ്ട ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അപ്പൊ 7 ദിവസവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ തിങ്കളാഴ്ച എങ്ങനെ ജീവിക്കണം, ചൊവ്വാഴ്ച എങ്ങനെ ജീവിക്കണം, ബുധനാഴ്ച എങ്ങനെ ജീവിക്കണം, വ്യാഴാഴ്ച എങ്ങനെ ജീവിക്കണം, വിശുദ്ധ വ്രതത്തിന് വേണ്ടി എന്തെല്ലാം ഒരുക്കണം, വെള്ളിയാഴ്ച ഏത് പ്രകാരത്തിൽ നമ്മുടെ ഹൃദയത്തെ കരുതണം, ജീവിക്കണം, എങ്ങനെ ആരാധന നടത്തണം, ആരാധനയിൽ എങ്ങനെ പങ്കെടുക്കണം, ഇതെല്ലാം നിയമങ്ങളാണ്. ശനിയാഴ്ച എങ്ങനെ ജീവിക്കണം, ഞായറാഴ്ച എങ്ങനെ ആരാധനയിൽ പങ്കെടുക്കണം, ആരാധന അല്ലാതെ ഒരു കർമ്മങ്ങളിൽ പങ്കെടുക്കാതെ എന്റെ ഹൃദയത്തെ ഞാൻ എങ്ങനെ കരുതണം. ചില ആളുകൾ ശക്തമായി ചില കാര്യങ്ങൾക്ക് എതിർക്കും. ഞായറാഴ്ച ഞാൻ വരത്തില്ല, ഞാൻ ആശ്രമത്തിൽ പോകുന്ന ആളാണ്, ഞാൻ ആരാധന അല്ലാതെ ഒരു കാര്യത്തിന് ഞാൻ വരത്തില്ല. നടന്നിങ്ങനെ കാണുന്നവരോട് ഇന്ന് എൻ്റെ ചേട്ടൻ്റെ മോടെ കല്യാണം, ഞാൻ പോയില്ല, എനിക്ക് ആരാധനയാണ് വലുത്. വരുന്ന വഴിയിൽ നിന്ന് ബസ് കയറാൻ നിന്നെടുത്തു, പിന്നെ ബസ് ഇറങ്ങിയെടുത്ത്, പിന്നെ ഇവിടെ വന്ന് ക്യാൻറ്റീനിൽ ഇവിടെ കാണുന്ന ആളുകളോടെല്ലാം ഈ വീമ്പിളക്കി ഇങ്ങനെ അങ്ങനെ വീരശൃംഖല നേടിയ പോലെ നടക്കുക. ആ ചെയ്യുന്ന കർമ്മത്തിന് യാതൊരു ഫലവുമില്ല. നമ്മൾ അനുഷ്ഠിക്കുന്ന അറിവും അതിന് ദൈവം തന്ന മനഃശക്തിയും ദൈവം മുമ്പാകെ വെച്ച് നന്ദിപ്പെടാം. മറ്റൊരാളിന് അങ്ങനെ ഒരു അവസരം വന്നാൽ കുഞ്ഞെ ഒരു കാരണവശാലും ഞായറാഴ്ച അങ്ങനെയുള്ള കാര്യങ്ങൾ പോകരുത് എന്ന് ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഉപദേശിക്കാം. ഈ അനുഭവത്തിൽ ഈ ചെയ്ത അനുഭവത്തിൽ നിന്നുകൊണ്ട് ഉപദേശിക്കാം. ഇങ്ങനെ നടന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കഴിഞ്ഞ തിരുവാഴ്ചയിൽ പറഞ്ഞ ഒരു ഉദാഹരണം പോലെ രണ്ടുപേര് ചേർന്നു. അന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനികളാണ്. അപ്പോ വെള്ളം പൊങ്ങി വരുന്നു, ഇഷ്ടംപോലെ മീനുമുണ്ട്. അയ്യോ ഇന്ന് ഞായറാഴ്ച പള്ളിയിൽ പോകണ്ടായോ? അപ്പൊ ഒരാൾ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഈ മീനങ്ങ് പോവും, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. നീ മീനും പിടിച്ചോണ്ടിരുന്നു, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോവാന്ന് പറഞ്ഞു. പള്ളി വന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്ന ആള് ആലോചിക്കുമല്ലോ, അവനിപ്പോ ഇഷ്ടംപോലെ മീൻ കിട്ടി കാണും. ഓ ആ പ്രദേശം മുഴുവനോ മീനാക്കി കാണും. എനിക്ക് ഒരു മീൻ പോലും കിട്ടിയില്ലല്ലോ. പ്രാർത്ഥിക്കുക, പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക. അപ്പൊ മീൻ പിടിക്കുന്നതിന്റെ ധാരണ എന്തുവാ? ദൈവമേ ഞാൻ ഏറ്റവും വലിയ കുറ്റവാ ചെയ്തത്, ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ട ഞാനായി നിന്ന് മീൻ പിടിക്കുന്നത്. പക്ഷേ ദൈവവും കർത്താവേ ഞാൻ ഇന്ന് പോയാൽ എനിക്ക് ഈ മീൻ നാളെ കിട്ടും, എന്റെ കർത്താവ് എന്നോട് ക്ഷമിക്കണേ. ഇതിൽ രണ്ടിൽ ആർക്കായിരിക്കും ഫലം കിട്ടുന്നത്? ദൈവത്തെ ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്തവനാണോ, കർമ്മത്തെ കളഞ്ഞിട്ട് അതിനെ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചവനാണോ? ഇപ്പം പ്രാർത്ഥിച്ചെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഒരു നിമിഷം പോലും അവന് ഇതിൽ ഏകാഗ്രമായി ഇരിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ ആകരുത്. ഏകാന്തമായ ചിന്തയോടുകൂടി, ഏകാഗ്രമായ ചിന്തയോടുകൂടി ഉന്നതനെ ഉള്ളിൽ എപ്പോഴും ചിന്തിച്ചും ബന്ധിച്ചും ജീവിതം ചെയ്യുന്നവർക്ക് മാത്രമേ ആരാധനയിൽ കൂടി ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ആരാധന ആരംഭിക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറയുന്നത്. ശ്രദ്ധ കുറയുന്നുവെന്ന് കണ്ടതുകൊണ്ടാണ് ആഡിറ്റോറിയത്തിൽ ഇരുന്ന ആളുകളെ ഇപ്പുറത്തോട്ട് മാറ്റിയത്. കാരണം ഈ ആരാധനയ്ക്ക് വന്നു എന്ന പേരും യാതൊരു കാര്യങ്ങളും ശ്രദ്ധയില്ലാതെ ഇരുന്നാൽ അത് ഗുണത്തെക്കാൾ ഏറെ ദോഷമായി പോവുകയാണ്. അവർക്ക് ദോഷം വരാതിരിക്കാനാണ് ഇപ്പുറത്തേക്ക് മാറ്റി ശ്രദ്ധിച്ചിരിക്കാൻ അറിയിച്ചത്. അതുകൊണ്ട് തിരുവിഷ്ടം ചെയ്താൽ തിരുവുള്ളം കനിയോ, Hallelujah.
ഇഷ്ടമായിട്ടാണ് സർവാത്മനാഥൻ നിങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ വാഴുന്നത്. സർവത്ര ഇഷ്ടമായിട്ടാണ് സർവാത്മനാഥൻ നമുക്ക് വേണ്ടി ലോകത്തിൽ. ആ ഇഷ്ടം നിങ്ങൾ തിരിച്ചറിയണം. ആ തിരുവിഷ്ടം നമ്മൾ തിരിച്ചറിയണം. ആ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. തിരുവിഷ്ടത്തിനനുസരിച്ച് അപ്പോഴാണ് ആനന്ദം നിങ്ങളിൽ അനുഭവമാകും. അങ്ങനെ ആനന്ദത്തെ ആത്മലോകത്തിന് പ്രദാനം ചെയ്യുവാൻ അവതാരമായി വന്ന മഹാശക്തി, ലോകാന്ത്യം വരെ വാഴുവാൻ തീരുമാനം ചെയ്ത മഹാശക്തി തിരിച്ചു വന്നു, തിരിച്ചു വന്നു, തിരിച്ചറിവു നൽകുവാൻ. തിരിച്ചു വന്നു, തിരിച്ചു വന്നു, തിരിച്ചറിവു നൽകുവാൻ. ഉത്രാടമാം നക്ഷത്രത്തിൽ ഉന്നതനായി വാണിരുന്നു. ഉത്രാടമാം നക്ഷത്രത്തിൽ ഉന്നതനായി വാണിരുന്നു. ആത്മബോധോദയ സംഘസ്ഥാപകൻ ആദ്യന്താനന്ദരൂപനാകുന്ന ശുഭാനന്ദരൂപമാണെന്നും ഈ സർവ്വലോകത്തെ സൃഷ്ടിച്ചതും സർവത്തിലും അധിവാസം ചെയ്യുന്നതും സർവമോക്ഷം കൊടുക്കുന്നതും ശുഭാനന്ദരൂപമാണെന്ന് ആത്മലോകത്തിലേക്ക് അടിയുറപ്പിക്കുവാൻ വേണ്ടി തിരിച്ചു വന്ന് ഉന്നതനായി പ്രവർത്തിച്ച ആ ഉന്നതനാകുന്ന ദൈവത്തിന്റെ ജന്മനക്ഷത്രം അത് പൂർണ്ണ ആനന്ദമായി ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈവർത്തി കണ്ടാൽ കൊള്ളാം. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർന്ന് ജീവാത്മാവ് ആനന്ദിക്കുക. ഉത്സവം ആഘോഷിക്കാം, ഞാനോത്സവം ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ഞാനോത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ഞാനോത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. അറിവാകുന്ന അവതാരമായി വന്ന ദിനം ആ ഉത്രാടൻ ജന്മനക്ഷത്രം, 101ാമത് ഉത്രാടൻ ജന്മനക്ഷത്രം ആഘോഷിക്കുവാൻ ഹൃദയം കൊണ്ട് ഒരുക്കപ്പെടുന്ന എന്റെ ഓമനമിത്രങ്ങളെ, സങ്കല്പിക്കുക, പ്രാർത്ഥിക്കുക, അനുഭവിക്കുക, നന്ദിപ്പെടുക. ഉന്നതമായ സങ്കല്പങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളുക. എല്ലാം ആനന്ദമായി നടത്തപ്പെടുമാറാകട്ടെ. സർവപ്രകൃതികളും നമുക്ക് തുണയായിരിക്കട്ടെ. സർവലോകങ്ങളും ഇത് അറിയുമാറാകട്ടെ. സർവലോകങ്ങളിൽ നിന്നും അനുഗ്രഹം വർഷിക്കട്ടെ. സർവലോകവാസികളും അനുഗ്രഹീതരായി തീരട്ടെ. സർവാത്മാക്കൾക്കും ഇത് ആനന്ദമായി ഭവിക്കട്ടെ. ഉന്നതനാകുന്ന ദൈവം ഈ ലോകത്തിൽ ഇപ്രകാരം ഒരു മർത്യാകൃതിയിൽ വാഴുന്നു എന്ന പരമസത്യം ആ ആത്മലോകത്തെ അറിയിക്കുവാൻ വേണ്ടി അറിവായി ജീവിക്കുവാനാണ് ആത്മലോകത്തെ നിയോഗിച്ചിരിക്കുന്നത്. ആ നിങ്ങളിൽ ഉണ്ടാകുന്ന അറിവാണ് എന്റെ ആ അവതാരവാഴ്ചയെ ലോകം അറിയപ്പെടുന്നത്. ആ അറിവുകേടാണ് സംഭവിക്കുന്നതെങ്കിൽ എന്നെ അവർ ദുഷിക്കുകയുള്ളൂ. ആ അറിവിൽ കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ നിങ്ങൾ മഹത്വപ്പെടും. അതിൽ കൂടി ഗുരുവിന്റെ മഹത്വം ഉണ്ടാകുന്നു. അങ്ങനെ ഗുരുവിന് മഹത്വം കൊടുക്കുവാൻ തക്ക വിധത്തിൽ അറിവായി ജീവിക്കുവാനാണ് ഞാൻ അറിവ് നിങ്ങളിലേക്ക് ദാനം ചെയ്തിരിക്കുന്നത്. ആ വിധത്തിൽ ജീവിതം ചെയ്യുന്ന ആത്മസന്താനങ്ങളെ, ഹൃദയങ്ങൾ ഒത്തുചേർന്ന് ജന്മദിനം ആഘോഷിക്കുവാൻ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. നിങ്ങളിലേക്ക് അറിവ് ദാനം ചെയ്യുവാൻ വേണ്ടി സ്വീകരിച്ച എല്ലാ തിരുവുടലുകളും നമുക്ക് പൂജനീയമാണ്.
നടത്തപ്പെടുമാറാകട്ടെ. വേണ്ടുന്നതെല്ലാം നിങ്ങൾക്ക് പ്രകൃതിയിൽ കൂടി ദാനം ചെയ്യുമാറാകട്ടെ. വിദേശ രാജ്യങ്ങളിൽ നിന്നും എന്റെ അരിമ സന്താനങ്ങൾ ജന്മനക്ഷത്രത്തിന് വരുവാനായി ആഗ്രഹിച്ചൊരുങ്ങുന്നുണ്ട്. എല്ലാവരെയും ഈശ്വരൻ ഇവിടെ എത്തിച്ച് ആനന്ദം അനുഭവമാക്കുമാറാകട്ടെ. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജന്മനക്ഷത്രത്തിന്റെ ആഘോഷങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉന്നതമായ നിലയിൽ നടത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ ലോകം മുഴുവൻ ആത്മബോധോദയ സംഘത്തെയും സ്ഥാപകനായ ഗുരുവിനെയും അറിയുവാനിടയാകുമാറാകട്ടെ. മാറ്റമില്ലാത്ത പരമഗുരു ലോകത്തിൽ വാഴുന്നുവെന്ന സത്യം ആത്മലോകം തിരിച്ചറിയുമാറാകട്ടെ. മരണമില്ലാത്ത പരമഗുരുവിന്റെ വാഴ്ച കണ്ടറിഞ്ഞ് ആരാധിച്ച് ആനന്ദിക്കട്ടെ. അങ്ങനെ ആത്മലോകം സ്വർഗമായി തീരട്ടെ. ആത്മലോകം ആനന്ദലോകമാകട്ടെ. ആ വിധത്തിൽ സ്വർഗസ്ഥനാകുന്ന പിതാവ് അറിവാകുന്ന അവതാര വാഴ്ചയെ ലോകത്തിലേക്ക് അറിയിക്കുവാൻ ഇതാ ഒരു വിളംബരഗോപുരം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ച് കാണുവാൻ എന്റെ സന്താനങ്ങൾ അത്യാർത്തിയോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്വീകരിക്കപ്പെടുമാറാകട്ടെ. ഏറ്റവും വേഗം അത് പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. ഉന്നതമായ മഹാദർശനം, സാധ്യമായ മഹാഹൃദയം, ആത്മദീപം ആരോഗ്യത്തോടെ എന്നും കാണുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാ ഓമന മിത്രങ്ങളെയും സർവശക്തിയുടെ തൃക്കരങ്ങൾ എന്നാളും കരുതി രക്ഷിക്കട്ടെ.